ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം നമ്മുടെ കണ്ണ് തുറക്കുക എന്നുള്ളതാണ്. ദൈവവചനത്തിലൂടെയാണ് നമ്മുടെ കണ്ണ് ശരിക്ക് തുറക്കുന്നത്. ദൈവവചനം മാത്രമാണ് നന്മ തിന്മകളെ നമുക്ക് വേർതിരിച്ച് കാണിച്ചു തരും. ദൈവവചനം കൂടാതെ നമ്മുടെ കണ്ണ് തുറക്കത്തില്ല. കണ്ണ് തുറക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ഇരുട്ടിലായിരുന്നു. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു എന്ന് വായിക്കുന്നത്. ഇരുട്ടിൽ കിടക്കുന്ന ഒരാൾക്ക് ഒന്നും മനസ്സിലാകുന്നില്ല, നേരെ പോവുകയാണ്. മുൻപിൽ വലിയ ആഴമേറിയ കൊക്കയാണോ, അതിനകത്തോട്ട് വീണ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മുൻപിൽ വിഷപ്പാമ്പുകളാണോ, കുപ്പിച്ചില്ലുകളാണോ, അഗാധ ഗർത്തങ്ങളാണോ, അപകട സാധ്യതകളാണോ, ഒന്നും അറിയില്ല. ഇരുട്ടിലൂടെ പോകുന്നവനൊന്നും അറിയുന്നില്ല, എല്ലാം ഇങ്ങനെ പോവുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കർണാടകയിലെ കാടമന എന്ന് പറഞ്ഞൊരു എസ്റ്റേറ്റിൽ ഒരിക്കലും ഒരു രാത്രിയിൽ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. അപ്പോൾ കയ്യിൽ ഞങ്ങളുടെ ബന്ധത്തിലൊരു സഹോദരൻ്റെ കയ്യിൽ, ജ്യേഷ്ഠൻ്റെ കയ്യിൽ ഒരു ടോർച്ചുണ്ട്. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ടോർച്ചിൻ്റെ ബാറ്ററിയൊക്കെ വീക്കായി. പിന്നെ ഇരുട്ടാ, എന്താണെന്ന് അറിയില്ല. ആനയുടെ സ്വരം കേൾക്കാം. ഒരു ഏകദേശ ഊഹത്തിൽ കാട്ടിൽ കൂടി ഒരു വഴി കൂടി പോവുകയാണ്. അത് എത്ര കിലോമീറ്റർ? 25 കിലോമീറ്റർ. ഞാനന്നൊരു 5-6 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലം. പേടിച്ച് വിറച്ചു. എങ്ങോട്ടാ പോണേന്നറിയില്ല. എന്നാൽ അതിനകത്ത് ഒരാൾക്ക് പകല് നന്നായിട്ട് പോയ ഒരു ഏകദേശ രൂപത്തിൽ ഈ പോവുകയാണ്. ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ പോയി തട്ടും. പലതരത്തിലുള്ള മൃഗങ്ങളുടെ സ്വരം കേൾക്കാം. ഇരുട്ടിലൂടെ പോകുന്നവന് ഒന്നും അറിയുന്നില്ല. എന്നാൽ ഒരു വെളിച്ചം നമ്മുടെ കണ്ണിനെ കാഴ്ചയിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മുടെ കണ്ണ് തുറക്കുന്നത് എപ്പോഴാണെന്ന് അറിയാം? കാര്യങ്ങൾ കാണുന്നത് വെളിച്ചം വരുമ്പോഴാണ്. അപ്പോൾ ദൈവം ആദ്യം ഉണ്ടാക്കിയത് വെളിച്ചം ഉണ്ടാകട്ടെ എന്നാണ് പറഞ്ഞത്. ഭൂമി ഇരുളായിരുന്നു, പാഴുശൂന്യമായിരുന്നു, ആഴത്തിൻ്റെ മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവാദ്യം കൊണ്ടുവന്നത് വെളിച്ചമാണ്. വെളിച്ചം കൊണ്ടുവന്ന ശേഷമാണ് ദൈവം കണ്ണിനെ പോലും നിർമ്മിച്ചത്. അതിൻ്റെ അർത്ഥം കണ്ണിനേക്കാൾ അത്യാവശ്യമാണ് വെളിച്ചം. വെളിച്ചമില്ലെങ്കിൽ നമ്മുടെ കണ്ണുകൊണ്ട് വലിയ പ്രയോജനമില്ല. അതുകൊണ്ട് ദൈവം ആദ്യം വെളിച്ചം കൊണ്ടുവന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് വെളിച്ചമാണ്. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അപ്പോൾ ജീവനാണ് വെളിച്ചം. യേശുവിൻ്റെ വചനത്തിലൂടെ കിട്ടുന്ന ജീവൻ നമുക്ക് മുന്നോട്ട് പോകാനുള്ള വെളിച്ചമാണ്. ദാവീദ് അതിനെക്കുറിച്ച് പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു എന്ന് 119 സങ്കീർത്തനത്തിൽ പറയുന്നു. അതുകൊണ്ട് നമുക്ക് ദൈവവചനം കൂടാതെ ജീവിക്കാൻ കഴിയില്ല. ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നടന്നില്ലെങ്കിൽ നാം ഇടറിപ്പോവും. ജീസസ് എവരിഡേയിലൂടെ നിങ്ങൾക്ക് വളരെ വ്യക്തമായ ദൈവവചനം കിട്ടുമെന്ന് ഞാൻ 100% നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധിയായിരിക്കും. മറ്റുള്ളവർക്കും ഈ എപ്പിസോഡ്, ഇതുപോലെയുള്ള എല്ലാ ദിവസവും വരുന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് പരിചയപ്പെടുത്താം, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാം. ഈ മീറ്റിങ്ങിനെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. ഇതിലൂടെയെല്ലാം നമുക്ക് യേശുവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവ് കൃപ തരും. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മാനുവേലനെ, ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മാനുവേലനെ, ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ.
അഭിഷേകത്താൽ എന്നും ജയത്തോടെ നടത്തിയിടുന്നു. തേജസ്സിന് അഭിഷേകത്താൽ എന്നും ജയത്തോടെ നടത്തിയിടുന്നു. സ്തുതിഗീതം പാടി പുകഴ്ത്തിയിടുന്നേ മാനുവേലനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. സ്തുതിഗീതം പാടി പുകഴ്ത്തിയിടുന്നേ മാനുവേലനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. അവൻ എൻ്റെ രക്ഷകൻ, അവൻ എനിക്കുള്ള ബലമുള്ള ഗോപുരമാപത്തിൽ സങ്കേതം. അവൻ എൻ്റെ രക്ഷകൻ, അവൻ എനിക്കുള്ള ബലമുള്ള ഗോപുരമാപത്തിൽ സങ്കേതം. അവന്റെ ചാരെ ഓടിയണഞ്ഞവർക്കാശ്വാസമനുദിനവും. അവന്റെ ചാരെ ഓടിയണഞ്ഞവർക്കാശ്വാസമനുദിനവും. സ്തുതിഗീതം പാടി പുകഴ്ത്തിയിടുന്നേ മാനുവേലനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. സ്തുതിഗീതം പാടി പുകഴ്ത്തിയിടുന്നേ മാനുവേലനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം അവനെന്റെ രക്ഷകൻ, അവനെന്റെ രക്ഷകൻ, അവൻ എനിക്കുള്ള ബലമുള്ള ഗോപുരം ആപത്തിൽ സങ്കേതം. അവനെന്റെ രക്ഷകൻ, അവൻ എനിക്കുള്ള ബലമുള്ള ഗോപുരമാപത്തിൽ സങ്കേതം. അവന്റെ ചാരെ ഓടിയണഞ്ഞവർക്കാശ്വാസമനുദിനവും. അവന്റെ ചാരെ ഓടിയണഞ്ഞവർക്കാശ്വാസമനുദിനവും. സ്തുതിഗീതം പാടി പുകഴ്ത്തിയിടുന്നേ മാനുവേലനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. സ്തുതിഗീതം പാടി പുകഴ്ത്തിയിടുന്നേ മാനുവേലനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. നമ്മളിപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിലാണ്. അതിൽ ആദ്യത്തെ 1-2 വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചില്ലേ? ഞാൻ തന്നെ വായിച്ചു കഴിഞ്ഞപ്പോൾ അതൊക്കെ ഒന്ന് ചിന്തിക്കുന്നു. എന്താണ്? മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബേഥാന്യ. ഒരു ഗ്രാമം ഇപ്പോൾ മറിയയുടെ പേരിൽ അറിയപ്പെടുന്നു. മറിയയുടെ സഹോദരിയും മറിയയുടെ പേരിൽ അറിയപ്പെടുന്നു. ഈ 2 സഹോദരിമാരുടെ പേരിൽ ലാസർ അറിയപ്പെടുന്നു. 3 തട്ടിലേക്ക് അവർ വരുന്നു. 1-ാം സ്ഥാനത്ത് നിൽക്കേണ്ട ലാസർ ആണെന്ന് പറയുന്ന അവനാണ്. 1-ാം സ്ഥാനത്ത് നിൽക്കേണ്ട ലാസറാണ്. 2-ാം സ്ഥാനത്ത് നിൽക്കേണ്ടത് മാർത്തയാണ്. 3-ാം സ്ഥാനത്ത് നിൽക്കേണ്ടത് മറിയയാണ്. എന്നാൽ ഇപ്പോൾ ദൈവവചനം അവരെ നേരെ തിരിച്ചിട്ടു. 1-ാം സ്ഥാനത്ത് ആര് വന്നു? മറിയ വന്നു. 2-ാം സ്ഥാനത്ത് മാർത്ത വന്നു. അവരുടെ കെയർ ഓഫിൽ ഇതാ ലാസർ വരുന്നു. അതായത് നാം ദൈവത്തിന് വേണ്ടി
എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുന്നു അതനുസരിച്ച് നമ്മുടെ പ്രയോറിറ്റിയിൽ മാറ്റങ്ങളുണ്ടാകും. ഏറ്റവും താഴെ കിടക്കുന്നവരൊക്കെ ഒന്നാം സ്ഥാനത്ത് വരും. മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമാകുമെന്ന് യേശു പഠിപ്പിച്ചില്ലേ? അതാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് താഴോട്ട് നോക്കാം. ഈ മറിയായിരുന്നു കർത്താവിനെ പരിമള തൈലം പൂശി തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ കാൽ തുടച്ചത്. അവളുടെ സഹോദരനായ ലാസർ, ഇപ്പം മറിയയുടെ പേരിലാണ് ലാസർ, അവരുടെ എന്നല്ല, അവളുടെ സഹോദരനായ ലാസറായിരുന്നു ദീനമായി കിടന്നു. അതിൻ്റെ അർത്ഥം ഈ മറിയയുടെ സഹോദരൻ ലാസർ ദീനമായി കിടന്നാൽ അവിടെ എന്തെങ്കിലും സംഭവിച്ചിരിക്കുമെന്ന് 100% ഉറപ്പാണ്. കർത്താവിന് വേണ്ടി ആരെങ്കിലും ചെലവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കർത്താവിന് വേണ്ടി ആരെങ്കിലും വില മുടക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ എത്ര വൈകിയാലും ഒരു വിടുതൽ നടന്നിരിക്കും. വിടുതൽ എന്നുള്ളത് ആ വീട് വിട്ട് മാറില്ല. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിയോടും പറയാം, നിങ്ങൾ കർത്താവിന് വേണ്ടി ചെലവ് ചെയ്തത് കർത്താവ് ശ്രദ്ധിക്കും. ഒരിക്കൽ യേശു ഭണ്ഡാരത്തിന് നേരെ ഇരിക്കുകയാണ് ദേവാലയത്തിൻ്റെ ഒരു വശത്ത്. ഭണ്ഡാരത്തിലൊരു വിധവ തൻ്റെ ഉപജീവന മാർഗം മുഴുവൻ ഇടുന്നു. അതുകൊണ്ട് 2 ചില്ലിക്കാശ് ഇടും. എന്നാൽ എത്രയോ വെള്ളിക്കാശാണ് ധനവാന്മാർ കൊണ്ടുവന്ന് ചാക്ക് കെട്ടിനിടുകയാണ്. എൻ്റെ പാസ്റ്റർ പറഞ്ഞ പോലെ ധനവാന്മാര് പണമിട്ടപ്പോൾ ഭണ്ഡാരം കുലുങ്ങി. കാരണം ഇതിങ്ങനെ ഇടുമ്പോൾ ഇങ്ങനെ കുലുങ്ങുകയാണ്, നേർച്ചപ്പെട്ടി കുലുങ്ങുകയാണ്. എന്നാൽ വിധവയിട്ടപ്പോൾ സ്വർഗം കുലുങ്ങി. യേശു കർത്താവിനെ കുലുക്കിയത് ധനവാന്റെ പൈസയല്ല. അദ്ദേഹത്തിൻ്റെ ഈ ധനവാന്മാർക്ക് അവരുടെ വരുമാനത്തിൻ്റെ ഒരു 100-1 പോലുമില്ല ഈ ഇടുന്നത്. എന്നാൽ ഈ വിധവയ്ക്ക് അവളുടെ ഉപജീവന മാർഗം, ഇന്ന് വൈകിട്ട് കഴിക്കണമെങ്കിൽ ഒന്നുമില്ല, അവളുടെ കയ്യിൽ 1 രൂപയില്ല, അത് മുഴുവനും ഇടാൻ അവൾക്ക് കഴിഞ്ഞു. യേശു പറഞ്ഞു, എല്ലാവരെക്കാളും ഈ വിധവ ഇട്ടിരിക്കുന്നു. ചെലവ് ചെയ്യുന്നവരെ ശ്രദ്ധിക്കുന്ന കർത്താവിന് വേണ്ടി ആരെങ്കിലും ചെലവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാം കർത്താവ് ഉയർത്തിയിട്ടുണ്ട്. ജോസഫ് കർത്താവിന് ആ കല്ലറ 3 ദിവസത്തേക്കാണ് കൊടുത്തത്. വർഷം 2000 കഴിഞ്ഞിട്ട് ഇന്നും ഇസ്രായേൽ ഗവൺമെന്റിന്റെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ സ്ഥലം. ഇത് വെച്ച് എന്തോരം കോടിക്കണക്കിന് രൂപയാണ് ഒരു രാജ്യമുണ്ടാക്കിയത്. യേശുവിൻ്റെ കല്ലറ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ്. അവിടെ കാണാതെ ആരും പോകില്ല. 3 ദിവസം, വെറും 3 ദിവസം കർത്താവിന് വേണ്ടി ഒരു കല്ലറ വെറുതെ കൊടുത്തതിൻ്റെ ഗുണം അനുഭവിക്കും. നീ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെലവാക്കിയിട്ടുണ്ടോ? ഇതിൻ്റെ എല്ലാം പ്രതിഫലം തലമുറ കഴിഞ്ഞാലും അത് വന്നുകൊണ്ടേയിരിക്കും. ഈ സത്യങ്ങൾ ഒരു ദൈവ പൈതൽ അറിയണം. അടുത്ത വാക്യം, 3-ാം വാക്യം. ആ സഹോദരിമാർ അവൻ്റെ അടുക്കൽ ആളയച്ചു, യേശുവിൻ്റെ അടുക്കൽ ആളയച്ചു. കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. നിനക്ക് പ്രിയനായവൻ, കർത്താവിന് ഇഷ്ടമായിരുന്നു ലാസറിന്. എന്നാൽ അടുത്ത വാക്യം ശ്രദ്ധിച്ചേ. യേശു അത് കേട്ടിട്ട് ദീനം മരണത്തിനല്ല ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് അത്രേ എന്ന് പറഞ്ഞു. യേശു, അടുത്ത വാക്യം 5-ാം വാക്യം, യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. യേശു അവരെ സ്നേഹിച്ചിരുന്നു. യേശുവിന് അവരോട് പ്രിയമായിരുന്നില്ല, സ്നേഹമായിരുന്നു. ഇഷ്ടവും സ്നേഹവും, പ്രിയം എന്ന് പറഞ്ഞാൽ ഇഷ്ടം, ഇഷ്ടവും സ്നേഹവും 2ആണ്. ഇഷ്ടങ്ങളൊക്കെ ഒരു ദേവദാസൻ ഇടക്ക് പറയും, വിവാഹത്തോടെ ഇഷ്ടങ്ങളെല്ലാം തീരും, പിന്നെ സ്നേഹമാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ എല്ലാം പൊറുക്കുന്നു, എല്ലാം ക്ഷമിക്കുന്നു, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥത അന്വേഷിക്കുന്നില്ല, ദോഷം കണക്കിടുന്നില്ല. വിഷയങ്ങളുടെ അപ്പുറം വിഷയമാണ്.
എന്നിട്ടും അതൊന്നൊരു വിഷയമല്ല. കാരണം അവിടെ സ്നേഹമാണ്. ഇഷ്ടങ്ങളെന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കണം ചെറുക്കൻ, ഇങ്ങനെ ആയിരിക്കണം പെണ്ണ്, ഇങ്ങനെ കുറേ സങ്കല്പങ്ങളും ഇഷ്ടങ്ങളും ഉണ്ടായി. കല്യാണം കഴിച്ചപ്പോഴാണ് അന്ന് തന്നെ മനസ്സിലായി ഇതൊക്കെ ചുമ്മാതാ, ഇഷ്ടപ്പെടാനുള്ളതൊന്നും ഇല്ല. അപ്പോൾ വിവാഹ ജീവിതത്തിലാണെങ്കിലും ഒരു സഭയിൽ പോലും തമ്മിൽ ഇഷ്ടപ്പെടാനൊന്നും ഒന്നുമില്ല, എന്നാൽ സ്നേഹിക്കാനുണ്ട്. സ്നേഹം ഒരു യാഗം തന്നെയാണ്, അതൊരു ചെലവാക്കലാണ്. സ്നേഹത്തിനകത്ത് ഒരു ചിലവിടലുണ്ട്. അതായത് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം വായിക്കുമ്പോൾ അതിനുശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എന്തെന്നാൽ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ മോറിയ മലയിൽ കൊണ്ടുപോയി എനിക്ക് വേണ്ടി യാഗം കഴിക്കുക. സ്നേഹത്തിൽ ഭയങ്കര ചിലവാ. ദൈവം അവിടെ ചോദിക്കുന്നു, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ, നീ 25 വർഷത്തിലധികം കാത്തിരുന്ന് കിട്ടിയ നിന്റെ മകനെ, കണ്ട് കൊതി തീരാത്ത നിന്റെ ഓമന മകനെ, നീ നിന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്നേഹിക്കുന്ന നിന്റെ ഇസഹാക്കിനെ തന്നെ എനിക്ക് വേണ്ടി യാഗം കഴിക്കുക. അതായത് നിനക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാ? ഇസഹാക്കിനോടാണോ എന്നോടാണോ? നിനക്കിതെല്ലാം തന്ന നിന്റെ വാർദ്ധക്യത്തിൽ, നിന്റെ 100-ാമത്തെ വയസ്സിൽ നിനക്കൊരു മോനെ തന്ന, നിന്റെ ഭാര്യയുടെ 90-ാമത്തെ വയസ്സിൽ അവളുടെ ഗർഭപാത്രത്തിന് ജീവൻ കൊടുത്ത എന്നെയാണോ നീ കൂടുതൽ സ്നേഹിക്കുന്നത്? അല്ല, നീ ദാനത്തെയാണോ സ്നേഹിക്കുന്നത്? എന്നോട് നിനക്ക് ഇഷ്ടമാണോ? എന്നോട് ഇഷ്ടവും നിന്റെ മകനോട് സ്നേഹവുമാണോ? ഈ ചോദ്യത്തിനെല്ലാം നമ്മൾ മറുപടി കൊടുക്കണം. യേശു ഇവരെ 3 പേരെ സ്നേഹിച്ചിരുന്നു. എന്നാൽ മറിയം മാർത്തയും പറഞ്ഞത്, നിനക്ക് പ്രിയനായവൻ. കർത്താവിന് പ്രിയമല്ല കുടുംബത്തോട്, സ്നേഹമാണ്. സ്നേഹമെന്ന് പറഞ്ഞാൽ സ്നേഹിക്കാനൊന്നും വേണമെന്നില്ല. മക്കളോട് ഒരു അപ്പൻ്റെ അമ്മയുടെ സ്നേഹം എന്താണ്? സ്നേഹിക്കാൻ ഒന്നുമില്ല അവിടെ. ചില പിള്ളേരെ സ്നേഹിക്കാൻ ഒന്നുമില്ല, ചില ഭർത്താക്കന്മാരെ സ്നേഹിക്കാൻ ഒന്നുമില്ല, ചില ഭാര്യമാരെ സ്നേഹിക്കാൻ ഒന്നുമില്ല. എന്നാൽ സ്നേഹത്തിന് വലിയ ചെലവുണ്ട്. സ്നേഹിക്കാൻ യാതൊന്നും ഇല്ലാത്തപ്പോൾ സ്നേഹിക്കുന്നതിൻ്റെ പേരാണ് സ്നേഹം. അപ്പോൾ എന്താണ് സ്നേഹം? വളരെ ചെലവുള്ളതാണ് സ്നേഹം. ഒന്നുമില്ല. ഇഷ്ടമെന്ന് പറയുന്ന പലതുമുണ്ട്. എനിക്ക് ലഡു ഇഷ്ടമാണ്, ഞാൻ ജിലേബിയെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ പറ്റും? ഇല്ല. അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്. ഇഷ്ടങ്ങൾ പോകും. ഇഷ്ടങ്ങൾ വേണമെങ്കിൽ വേണ്ടെന്ന് വെക്കാം. സ്നേഹത്തിൻ്റെ പ്രത്യേകത വേണ്ടെന്ന് വെക്കാൻ കഴിയില്ല, അത് ചെയ്തേ മതിയാവും. അതാണ് കുടുംബജീവിതത്തിൽ ദൈവ സ്നേഹമാണ് വെച്ചിരിക്കുന്നത്, ഇഷ്ടങ്ങളല്ല. നമ്മൾ ചോദിക്കും, പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ, ചെറുക്കനെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടങ്ങളൊക്കെ ആദ്യം കാണുമ്പോൾ എത്ര വിദ്യാഭ്യാസമുണ്ട്, ഉയരമുണ്ടോ, മുടിയുണ്ടോ, മൂക്കിന് നീളമുണ്ടോ, പിന്നെ പേഴ്സണാലിറ്റി എങ്ങനെയെല്ലാം പുറമേ കാണുക, ഇഷ്ടപ്പെട്ടു. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വീട്ടുകാരും, ചെറുക്കൻ്റെ വീട്ടിലാണെങ്കിൽ മുമ്പത്ത് നിൽക്കുന്ന തെങ്ങിൽ നിറയെ തേങ്ങയാണ്, ഇഷ്ടപ്പെട്ടു. വീടൊക്കെ ഇഷ്ടപ്പെട്ടു, നല്ല നല്ല തരക്കേടില്ല, നല്ല ചുറ്റുപാടൊക്കെ ഉണ്ട്, ഇഷ്ടപ്പെട്ടു. ഈ ഇഷ്ടങ്ങളെല്ലാം ആദ്യത്തെ ദിവസം കൊണ്ടേ തീരും. പിന്നെ ആ ജീവിതം ജയകരമായി മുന്നോട്ട് പോകുന്നത് സ്നേഹത്തിലാണ്. ഇസഹാക്കിന് റിബേക്കയോട് സ്നേഹമായെന്നാണ്. റിബേക്ക വന്നപ്പോൾ സാറ മരിച്ച ദുഃഖം ഇസഹാക്കിന്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയെന്നാണ്. സ്നേഹമെല്ലാം മാറ്റിക്കളയും. യാക്കോബ്
റാഹേലിനെ സ്നേഹിച്ചു. ഇഷ്ടപ്പെട്ടതല്ലത്. അതുകൊണ്ട് യാക്കോബ് ഏകദേശം 14 കൊല്ലമാണ് റാഹേലിന് വേണ്ടി ജീവിച്ചത്. എന്നാൽ ആ വർഷങ്ങളെക്കുറിച്ച് പറയുന്നു, അത് അവന് അല്പകാലം പോലെ തോന്നി. ഈ സ്നേഹത്തിന്റെ മുൻപിൽ എല്ലാം അല്പമായിട്ട് തോന്നും. ഇഷ്ടങ്ങളുള്ളവര് അത് എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാൽ അവരെല്ലാം ഇട്ടേച്ചു പോകും. സ്നേഹം വർഷങ്ങൾക്കപ്പുറമുള്ളതും ത്യാഗത്തോടെ ഇരുന്ന് കാണാൻ തോന്നും. അതിനെ പ്രാപിക്കാനായിട്ട് നമ്മൾ ക്ഷമയോടെ ഇരിക്കും. അത് നമുക്ക് അല്പകാലം പോലെ തോന്നും. റാഹേലിനെ സ്നേഹിക്കുന്നത് കൊണ്ട് അവൻ അല്പകാലം പോലെ തോന്നി. സ്നേഹം കാലങ്ങളുടെ ദൈർഘ്യത്തെയൊക്കെ കുറച്ച് കളയും, മടുപ്പുണ്ടാകത്തില്ല. അതുകൊണ്ടാണ് പലരും പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ 8 മണിക്കൂറായാലും 10 മണിക്കൂറായാലും അവർക്കത് കൂടുതലായിട്ട് തോന്നാറില്ല. എന്നാൽ കർത്താവിനോട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. ഇഷ്ടമുള്ള ആൾക്കാർ കുറച്ച് കഴിയുമ്പോൾ എഴുന്നേറ്റ് പോകും, മടുക്കും. സ്നേഹമുള്ളവർക്ക് മടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് യോഹന്നാൻ 11-ാം അധ്യായം 11ആണല്ലോ ചിന്തിക്കുന്നത്. 21-ാം അധ്യായം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. ആ ഒടുവിലത്തെ പാരഗ്രാഫ് അവസാനിക്കുന്നത് 15-ാം വാക്യം. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? യേശു ചോദിക്കുന്നു, സ്നേഹിക്കുന്നുവെന്നാണ്. അതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്, ഇഷ്ടമാണെന്ന്. പിന്നെയും കർത്താവ് ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. വീണ്ടും കർത്താവ് ചോദിച്ചു, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? അപ്പൊ കർത്താവേ, നീ എല്ലാം അറിയും. യേശു ചോദിച്ചത് എന്താ? യേശുവിനെ അറിയേണ്ടത് നിനക്ക് എന്നോട് സ്നേഹമാണ്. ആണ് കർത്താവേ എന്ന് അവന് പറയാൻ പറ്റിയില്ല. പ്രിയമുണ്ടെന്നാ പറഞ്ഞത്. കർത്താവിൻ്റെ ആഗ്രഹം എന്താണ്? നീ എന്നെ സ്നേഹിക്കുന്നുവോ? എൻ്റെ കുഞ്ഞാടുകളെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കണമെങ്കിൽ നീ എന്നെ സ്നേഹിക്കണം. സ്നേഹിക്കുന്നവരുടെ കയ്യിൽ എല്ലാ കാര്യങ്ങളും ഭദ്രമായിരിക്കും. അതുകൊണ്ടാണ് യോഹന്നാൻ 3:16 തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. സ്നേഹത്തിൽ സംരക്ഷണമുണ്ട്, സ്നേഹത്തിൽ ത്യാഗമുണ്ട്, സ്നേഹത്തിൽ എന്തും ചെലവാക്കും. ദൈവം സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി തന്നെങ്കിൽ അവനോടുകൂടെ സകലതും നൽകാതിരിക്കുമോ? കാരണം സ്നേഹം, ഇഷ്ടമെന്ന് പറഞ്ഞാൽ നമുക്ക് പലരോടും ഇഷ്ടമുണ്ടെങ്കിലും പല കാര്യങ്ങളും നമ്മൾ അവർക്ക് വേണ്ടി ചെലവാക്കില്ല. സ്നേഹത്തിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ആ സ്നേഹമാണ് കുടുംബങ്ങളിൽ ഉണ്ടാകേണ്ടത്, സഭയിൽ ഉണ്ടാകേണ്ടത്. ഓരോ ചർച്ചിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചർച്ചിനെ സ്നേഹിക്കുന്നവർ അവിടെ ഒരു പ്രതിഫലമില്ലാതെ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യും. പണമാകട്ടെ സമയമാകട്ടെ ചെലവാക്കും. എന്നാൽ കർത്താവിൻ്റെ സഭയോട് ഇഷ്ടമാണ് പലർക്കും. സഭ നല്ലതാണ്. ഞങ്ങൾ ചർച്ചിൽ പോയാണ് ഈ നിലയിലെത്തിയത്. ചർച്ച് ആണ് ഞങ്ങൾക്കൊരു വിഷയം വന്നപ്പോൾ ഉണ്ടായത്. അത് ചർച്ചിനോടുള്ള ഇഷ്ടമാണ്. എന്നാൽ യേശുവിൻ്റെ ശരീരമാകുന്ന സഭയോട് നിങ്ങൾക്ക് സ്നേഹമാണോ? അങ്ങനെയായിരിക്കണം. എങ്കിൽ നിങ്ങൾ വളരെയധികം ത്യാഗപരമായി ദൈവരാജ്യത്തിൽ അധ്വാനിക്കുന്നവരും ഫലം കായ്ക്കുന്നവരും. കർത്താവ് ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നു? കർത്താവിനെ ഇഷ്ടപ്പെടുകയല്ല, കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കാൻ ഇന്നു മുതൽ ഈ സന്ദേശത്തിലൂടെ നിങ്ങൾക്ക് കൂടുതൽ ബലവും കൃപയും കർത്താവ് തരട്ടെ. പ്രാർത്ഥിക്കാം. യേശുവേ, ഒരു ചെറിയ ഇഷ്ടത്തിൽ ഒതുങ്ങാതെ ജീവൻ ചെലവഴിക്കുന്ന സ്നേഹം, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാൾ അധികം സ്നേഹമില്ല. ആ സ്നേഹം അങ്ങ് ഞങ്ങൾക്ക് തന്നെങ്കിൽ
തിരിച്ചങ്ങേക്ക് ആ സ്നേഹം ഞങ്ങൾക്ക് തരുവാൻ ഞങ്ങളുടെ സ്വാർത്ഥതകളിൽ നിന്ന് ഞങ്ങളെ പുറത്തെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും ദൈവരാജ്യത്തെ, ദൈവസഭയെ സ്നേഹിക്കട്ടെ. അവരുടെ മേലൊരു പ്രത്യേക ഫേവർ ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കുന്നു. കൃപ കൊണ്ട് മൂടണമേ. പരിശുദ്ധാത്മാവ് ഓരോരുത്തരെ നടത്തണമേ. അത്ഭുത രോഗസൗഖ്യങ്ങളും സാമ്പത്തിക ഉയർച്ചകളും കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ ഭാവിയും കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന ഈ കുടുംബങ്ങളിൽ കാണട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. ഞാൻ വിശ്വസിക്കുന്ന ഈ സന്ദേശം നിങ്ങളുടെ വീടുകളിൽ മാറ്റങ്ങൾ കൊണ്ടുവരും, സഭകളിൽ മാറ്റങ്ങൾ കൊണ്ടുവരും, ശുശ്രൂഷയിൽ മാറ്റങ്ങൾ കൊണ്ടുവരും. സ്നേഹം ഏറ്റവും ശക്തിയേറിയ, ഭൂമിയിൽ ഏറ്റവും വലിയ ശക്തിയേറിയ ആയുധം സ്നേഹമാണ്. അതുകൊണ്ടാണ് പിതാവ് ഈ ഭൂമിയെ സൃഷ്ടിച്ചത്. അത് വെച്ചാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്. ആ സ്നേഹം കൊണ്ടാണ് ആമേൻ വീണ്ടെടുപ്പ് നടത്തിയത്. ആ സ്നേഹമാണ് യേശു വീണ്ടും വരുന്നത്. ആ സ്നേഹമാണ് ഭൂമിയിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട നമ്മെ സ്വർഗത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. കർത്താവിൻ്റെ സ്നേഹത്തിൽ നന്ദിയുള്ളവരായി ജീവിപ്പാൻ യേശു നമ്മെ സഹായിക്കട്ടെ. നാളെ ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് വീണ്ടും ദൈവവചനത്തിലേക്ക് വരാൻ അവസരം യേശു കർത്താവ് തരും. തമ്മിൽ പ്രാർത്ഥനയിൽ ഓർക്കാം. ഈ വീഡിയോകൾ ഷെയർ ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.